നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിയോതെറാപ്പിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫിസിയോതെറാപ്പി, എത്ര വർഷം പഠിക്കണം, ആർക്കൊക്കെയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പറ്റുക, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ജോലി എന്താണ്, ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്, 12th ലെവലിൽ എത്ര മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് നമ്മുടെ കേരളത്തിൽ ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇങ്ങനെ കംപ്ലീറ്റ് ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലോട്ട് പ്രസന്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യുന്ന കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും നമ്മൾ കണ്ടിട്ടുള്ളത് മെഡിക്കൽ കോഴ്സുകൾ, അതായത് MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ പോലുള്ള മെഡിക്കൽ കോഴ്സുകൾ നീറ്റ് എക്സാം എഴുതിയിട്ട് പ്രാക്ടീസിങ് കരിയർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇവർക്ക് ഒരു നിർഭാഗ്യവശാൽ MBBSനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ ചിന്തിക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾ അവർ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കുട്ടികളും താല്പര്യപ്പെടുന്നത് ഒരു ഡോക്ടറെ അണ്ടറിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ താല്പര്യമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാരാമെഡിക്കൽ കോഴ്സുകളാണ്. ഇതുപോലത്തെ മെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിച്ച കുട്ടികൾ കൂടുതലും പാരാമെഡിക്കലിലോട്ട് വരുമ്പോൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ MBBS, BDS എന്നൊക്കെ പറയുന്നത് പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആണ്. MBBS കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യണം. മാസ്റ്റേഴ്സിന് നമ്മൾ പീഡിയാട്രിക്, ഗൈനക്കോളജി, ഓർത്തോപീഡിക്, ഡെർമറ്റോളജി, MD മെഡിസിൻ പോലുള്ള അല്ലെങ്കിൽ സർജറി പോലുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം MBBS കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുമ്പോഴും മാസ്റ്റേഴ്സ് ലെവലിലുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതേപോലെ തന്നെ MBBSും BDSും പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സുകളിൽ വരുന്ന ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് BPT അഥവാ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ്. സാധാരണയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്ന കോഴ്സുകളൊക്കെ 4 years ഡ്യൂറേഷനാണ് വരുന്നത്. BSc നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സാണ് വരുന്നത്. ഇപ്പൊ BSc മെഡിക്കൽ ലാബ് ടെക്നോളജി 3 വർഷത്തെ കോഴ്സും 1 year ഇന്റേൺഷിപ്പും, അങ്ങനെ ടോട്ടൽ 4 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. പക്ഷെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് 4.5 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. 4 വർഷത്തെ പഠനവും പ്ലസ് 6 മാസത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പോട് കൂടിയിട്ടാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, അതായത് മെഡിക്കൽ കോഴ്സുകളും അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായിട്ടൊരു കരിയർ, ഒരു ഡോക്ടറെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെയോ അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന മേഖല. ഇതുപോലെ മറ്റൊരു മേഖലയാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്ന മേഖല. മറ്റൊരു മേഖലയാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന മേഖല. ഇതൊക്കെ പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ 12th ലെവലിൽ എന്തായാലും സയൻസ് പഠിച്ചിരിക്കണം. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 12th ലെവലിൽ സയൻസ് പഠിച്ചിരിക്കണം. സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഈ 3 വിഷയവും കമ്പൽസറിയാണ്. മിനിമം 55% മാർക്കുള്ള കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന മേഖലയിലോട്ട് വരാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഫിസിയോതെറാപ്പി? ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുന്ന മെക്കാനിക്കൽ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ബയോളജിക്കൽ മൂവ്മെന്റ്സിന് എന്തെങ്കിലും റിസ്ട്രിക്ഷൻസ് സംഭവിക്കുമ്പോൾ ആ റിസ്ട്രിക്ഷൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ ഡേ ടു ഡേ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്രൊഫഷണലാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കൈകാലുകളുടെ ചലനം, നമ്മുടെ കഴുത്തിന്റെ ചലനം, മൂവ്മെന്റ്സ്, അതായത് മസിൽ അതിലൊരു പാർട്ടാണ്, നെർവസ് സിസ്റ്റം അതിലൊരു പാർട്ടാണ്, എല്ലുകൾ അതായത് ഓർത്തോ അതിലൊരു പാർട്ടാണ്. അപ്പൊ ഇതുപോലത്തെ മൂവ്മെന്റ്സിന് റിസ്ട്രിക്ഷൻസ് എന്ത് കാരണം കൊണ്ടാവട്ടെ, മൂവ്മെന്റ്സിന് റിസ്ട്രിക്ഷൻസ് സംഭവിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പി കൊടുത്ത് 4 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഒന്ന് ഹോട്ട്, കോൾഡ്, ഇലക്ട്രിക് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ എക്സസൈസ് ആയിട്ട് ചെയ്യുന്ന ഫിസിയോതെറാപ്പി. ഈ 4 രീതിയിലൂടെയാണ് ഒരു പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുക ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സിനെ പോലെ മരുന്നുകളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സർജറികളോ കാര്യങ്ങളോ ഒന്നും ഫിസിയോക്ക് ഇല്ല. അപ്പോൾ ഹ്യൂമൻ ബോഡിക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കലി മൂവ്മെന്റ്സിന് റെസ്ട്രിക്ഷൻസ് അത് എന്ത് കാരണം കൊണ്ടാവട്ടെ വന്നു കഴിഞ്ഞാൽ അത് സയന്റിഫിക്കലി അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ഇതാണ് ഫിസിയോതെറാപ്പിയുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് മോഡേൺ മെഡിസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതൊരു ആയുർവേദിക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇതിന്റെ ഭാഗമല്ല, ഇതൊരു മോഡേൺ മെഡിസിന്റെ ഭാഗം തന്നെയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുക? നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാംസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നിങ്ങൾ നീറ്റ് എക്സാമോ അല്ലെങ്കിൽ കീമിന്റെ എക്സാമോ കാര്യങ്ങളോ ഒന്നും എഴുതണ്ട. നിങ്ങൾ
നിങ്ങളുടെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ LBS എന്ന് പറയുന്ന ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലോട്ട്മെന്റ് വഴിയാണ് ഫിസിയോതെറാപ്പിക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ 19 കോളേജുകളിലായിട്ട് 770 സീറ്റാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം കുറഞ്ഞ കുട്ടികൾ പഠിക്കുന്ന ഒരു ബാച്ചിലർ ഡിഗ്രിയിൽ പ്രൊഫഷണൽ കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അതിന്റെ ജോബ് സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് ജോലി ചെയ്യാം, ഗവൺമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ നോൺ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് ജോലി ചെയ്യാം, റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ ജോലി ചെയ്യാം, പോളി ക്ലിനിക്കുകൾ, അതുപോലെ തന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സ്പോർട്സ് മേഖലയിൽ നമുക്ക് ജോലി ചെയ്യാം, ഫിറ്റ്നസ് ക്ലബ്ബുകളിൽ നമുക്ക് ജോലി ചെയ്യാം, നഴ്സിംഗ് ഹോമുകളിൽ ജോലി ചെയ്യാം. പിന്നീട് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ റിസർച്ച് MPT ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിസർച്ച് ഓറിയന്റഡ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോവാം. അങ്ങനെ വൈഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ ലോകത്ത് എവിടെ പോയാലും ജോലി കിട്ടും. നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ള USA, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, പിന്നെ UK പോലുള്ള രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന അവരുടെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറുള്ള രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവാം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യമൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സുകൾക്ക് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സിന് അവൈലബിൾ ആണ്. അറബി രാജ്യങ്ങളിലും നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, വാക്കൻസി അനുസരിച്ച് പോവാം. പക്ഷെ അതാത് രാജ്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളും എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോട്ടാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൈലി ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇനി ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന 4.5 years ഡ്യൂറേഷൻ വരുന്ന ഈ ഒരു കോഴ്സിൽ 4 വർഷം നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് നമുക്ക് സബ്ജക്റ്റുകൾ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് കോർ സബ്ജക്ട്, 2 എന്ന് പറയുന്നത് മെഡിക്കൽ സബ്ജക്ട്സ്, 3 എന്ന് പറയുന്നത് അലൈഡ് സബ്ജക്റ്റുകൾ. കോർ സബ്ജക്റ്റുകൾ നമ്മൾ 4 വർഷം കോർ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ബയോമെക്കാനിക്സ് ആണ്. ബയോമെക്കാനിക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിലെ ബയോളജിക്കൽ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിരിക്കുക. 2 എന്ന് പറയുന്നത് ഇലക്ട്രോ തെറാപ്പി, പിന്നെ 3 എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് തെറാപ്യൂട്ടിക്സ്. ഈ 3 സബ്ജക്റ്റുകളാണ് നമ്മൾ കോർ ആയിട്ട് ഈ 4 വർഷം ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സിൽ പഠിക്കേണ്ടത്. ഇനി മെഡിക്കൽ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, മൈക്രോബയോളജി, പാത്തോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, കമ്മ്യൂണിറ്റി മെഡിസിൻ, പീഡിയാട്രിക്, OBG ആൻഡ് ഗൈനക്കോളജി, ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, ജനറൽ മെഡിസിൻ, ഒഫ്താൽമോളജി പോലുള്ള മെഡിക്കൽ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഈ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ, ഇതിനെ കുറിച്ചിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചിട്ടും ഇതിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഫിസിയോതെറാപ്പിയിൽ ഈ 4 വർഷം പഠിക്കാനുണ്ടാവും. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു സബ്ജക്റ്റാണ് അലൈഡ് സബ്ജക്റ്റുകൾ. അലൈഡ് സബ്ജക്റ്റുകളിലോട്ട് വരുമ്പോൾ മെഡിക്കൽ ഇലക്ട്രോണിക്സ്, ബയോ എഞ്ചിനീയറിംഗ്, ബയോസ്റ്റാറ്റിറ്റിക്സ്, സൈക്കോളജി, അലൈഡ് തെറാപ്യൂട്ടിക്സ്, റിസർച്ച് മെത്തഡോളജി, സോഷ്യോളജി, യോഗ പോലുള്ള സബ്ജക്റ്റുകളാണ് അലൈഡിൽ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മൾ 4 years പഠിക്കേണ്ടത്. ലാസ്റ്റ് വരുന്ന 6 months എന്ന് പറയുന്നത് കമ്പൽസറി ഇന്റേൺഷിപ്പ് ആണ്. 6 മാസത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ 6 മാസത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പ് വരുന്നത് കൊണ്ടും ഇതൊരു പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ടും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കോളേജ് ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ UGC അഫിലിയേഷൻസ്, പിന്നെ നമ്മൾ പഠിക്കുന്ന കോളേജിന് പ്രോപ്പർ ആയിട്ടുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എത്ര സീറ്റാണോ കോളേജിൽ അപ്രൂവൽ ചെയ്തിട്ടുള്ളത് അത്രയും കുട്ടികൾ തന്നെയാണ് അവിടെ പഠിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ചില കോളേജുകളിൽ യൂണിവേഴ്സിറ്റി കൊടുത്ത സീറ്റുകളിലേറെ കുട്ടികളെ എടുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് ഇഷ്യൂ ആയിരിക്കും. പിന്നെ മൂന്നാമത് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് കോളേജിലുള്ള ടീച്ചിങ് ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ ഫെസിലിറ്റീസ്, ലൈബ്രറി പോലുള്ളത് പക്കയായിരിക്കണം. ഫിസിയോതെറാപ്പി പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കട്ടിയായ പുസ്തകങ്ങളെ കുറിച്ചിട്ട് പഠിക്കണം. അപ്പോൾ പല പുസ്തകങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമുക്ക് നല്ല ലൈബ്രറി ഫെസിലിറ്റീസ് ഉള്ള കോളേജ് ആണെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ അവിടെ പോയിരുന്ന് നമുക്ക് നല്ലോണം പഠിക്കാൻ പറ്റും. 4ാമത് വരുമ്പോൾ ഫാക്കൽറ്റിയുടെ കാര്യമാണ്. ഫാക്കൽറ്റി നല്ല പക്ക ഫാക്കൽറ്റി ആയിരിക്കണം. പഠിപ്പിക്കാൻ അറിയുന്ന ടീച്ചർമാർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർമാരായിരിക്കണം. പിന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ 6 മാസത്തെ ഇന്റേൺഷിപ്പ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേൺഷിപ്പ് പീരീഡിൽ നമുക്ക് ഹോസ്പിറ്റൽ ട്രെയിനിങ് കിട്ടും. ആ ഹോസ്പിറ്റൽ ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കും. അതായത് പ്രോപ്പർ ആയിട്ടുള്ള പേഷ്യന്റ് എക്സ്പോഷർ ഉള്ള കോളേജിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും എക്സ്പോഷറോട് കൂടി അത്രയും നോളജോട് കൂടി നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റുള്ളൂ. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയും സബ്ജക്റ്റുകളും കാര്യങ്ങളും പ്ലസ് 6 month ഇന്റേൺഷിപ്പോട് കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നീട് ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം നമുക്ക് MPT ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ MBBS എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റോ അല്ലെന്നുണ്ടെങ്കിൽ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലോ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും. MBBS കഴിഞ്ഞതിന് ശേഷം PG പ്രോഗ്രാം ചെയ്യും. MD മെഡിസിൻ അല്ലെങ്കിൽ MS സർജറി
മെഡിസിനിൽ വരുന്ന കോഴ്സസ്, സർജറിയിൽ വരുന്ന കോഴ്സസ് ഒക്കെ നമ്മൾ MBBS കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് PG പ്രോഗ്രാമിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകും. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി BPT കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. മാസ്റ്റേഴ്സിൽ ഒത്തിരി വൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് MPT ഇൻ ന്യൂറോ സയൻസ് ചെയ്യാൻ പറ്റും, MPT ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, പൾമിനറി സയൻസ്, പീഡിയാട്രിക്സ്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ജീരിയാട്രിക്സ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പിയിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ, ഓങ്കോളജി, ഓർത്തോപീഡിക്സ്, സ്പോർട്സ് ഫിസിയോതെറാപ്പി, ബയോമെക്കാനിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാത് മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈലി ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള, നമ്മുടെ പേഴ്സണൽ സ്കില്ലിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫിസിയോതെറാപ്പി പഠിച്ചിറങ്ങി എന്ന് കരുതി നമ്മൾ വലിയ ഫിസിയോതെറാപ്പിസ്റ്റ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ്, പഠിച്ചിറങ്ങുന്ന എല്ലാ ഡോക്ടർമാരും MBBS കഴിഞ്ഞതിന് ശേഷം നല്ല ഡോക്ടർമാരല്ല. ഇവർ ഡേ ബൈ ഡേ പേഷ്യൻസുമായിട്ട് വർക്ക് ചെയ്ത് അവരുടെ സ്കില്ലും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നല്ല ഡോക്ടേഴ്സ് ആവുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നോളജും നമ്മുടെ സ്കില്ലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ആണ്. ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്ലിനിക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സും കൂടിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ PhD ഒക്കെ എടുത്തിട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാൻ പറ്റും. ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലോട്ടും പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. പക്ഷെ അതാത് രാജ്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസും കാര്യങ്ങളും ഉണ്ടാവും, ലാംഗ്വേജ് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇനി ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ തരാം. ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് അത്യാവശ്യം നല്ല ടഫാണ്. കാരണം 4 years പഠിക്കാണ്ട് ഒരു ആവറേജ് ലെവലിൽ വരുന്ന കുട്ടികൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കണം. നമ്മൾ നല്ല സ്കില്ല്, ഈ ഒരു മേഖലയിൽ നല്ല രീതിയിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. പിന്നെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യണം. നല്ല കോളേജിൽ തന്നെ ഫിസിയോതെറാപ്പി പഠിച്ചെടുക്കണം. പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സുകളിൽ ഒന്നാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ്. ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നൊക്കെ പറയുന്നത് പാരാമെഡിക്കൽ സെക്ടറിൽ പ്രാക്ടീസിങ് കരിയേഴ്സ് ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പെയിൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇതിൽ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ കയറുമ്പോൾ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ന്യൂറോയിൽ വർക്ക് ചെയ്യാൻ പറ്റും, സ്ട്രോക്ക് അല്ലെന്നുണ്ടെങ്കിൽ ബ്രെയിനിന് പ്രശ്നം വന്നിട്ട് ന്യൂറോ സർജറി കഴിഞ്ഞ ആൾക്കാർ, സ്പൈനൽ സർജറി കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഫിസിയോ കൊടുക്കേണ്ടി വരും. കാർഡിയോവാസ്കുലർ ഡിസീസുകൾ കഴിഞ്ഞിട്ട് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ കാർഡിയാക് സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന് ചികിത്സ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പൾമിനറി, ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പിറേറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിന് അതിനുള്ള ഫിസിയോതെറാപ്പി കൊടുക്കേണ്ടി വരും. എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തോയിലാണ് മെയിൻ ആയിട്ട് പെയിൻ മാനേജ്മെന്റ് വരുന്നത്. പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളോ അല്ല അതൊക്കെ ഊരി കഴിഞ്ഞതിന് ശേഷം മസിൽ മൂവ്മെന്റിനൊക്കെ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് സംഭവിക്കും. അപ്പൊ ഇതിനൊക്കെ ഫിസിയോതെറാപ്പി കൊടുക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഏരിയകളിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഫിസിയോതെറാപ്പി. നല്ല കോളേജിൽ പഠിക്കണം. നിങ്ങൾക്ക് കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോളേജുകളിലൊക്കെയാണ് ഫിസിയോതെറാപ്പിക്ക് എത്ര പെർസെന്റേജ് മാർക്കുള്ള കുട്ടികൾക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ട് ഏതൊക്കെ കോളേജുകളിലാണ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴി കരിയർ ഗൈഡൻസും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം ന്യൂസുകളും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ചാനലിലും ജോയിൻ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക.